അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വെൽക്കം ബാക്ക്, ദിസ് ഇസ് ക്ലേ ഡയറി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാൻ പൊതുവേ വീഡിയോ ഷൂട്ട് ചെയ്യാറ് രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണി ടു 4 മണി ആ ഒരു ടൈമിലാണ്. വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാറ്. ആ ഒരു ടൈമിലാവുമ്പോൾ നമ്മൾ ജനവാതിലുകൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ ആ ഒരു വെളിച്ചത്തിൽ വരുന്ന സൺലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളത്. ഇനി അഥവാ രാത്രി ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എമർജൻസിന്റെ ടോർച്ച് ലൈറ്റ് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി രാവിലെ ഷൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി ആവുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ചും കൂടെ ബ്ലർ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാം. ഈ ഒരു ഷീറ്റാണ് ഞാൻ ആദ്യം വിരിക്കുന്നത്. ഞാനിത് ക്രാഫ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് മീഷോയിലും ആമസോണിലും എല്ലാ പേജിലും അവൈലബിൾ ആണ്. വൈറ്റ് വാൾ ബ്രിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതാണ്. ഞാനിത് പർച്ചേസ് ചെയ്ത ടൈമിൽ 100ന്റെ അബോവ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചിലപ്പോൾ കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കട്ടിംഗ് മാറ്റ്. ഇത് A3 സൈസിലാണ് വന്നിട്ടുള്ളത്. A3 എന്ന് പറയുമ്പോൾ 2 A4 ഷീറ്റിന്റെ വലിപ്പം ഉണ്ടാവും. ഇത് പൊതുവേ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഞാനിത് വീഡിയോന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും അന്നേരം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇതും ഞാൻ ബ്രിക്സ് വാങ്ങിയ മാതിരി ഓൺലൈനിൽ തന്നെയാണ് ഒരു പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നതും ഒരു 250 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഈ മാറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഫ്ലവർ പോട്ട്. ഇത് രണ്ടും 2 ഐറ്റമാണ്. ഒന്ന് ഡെയ്സിന്റെ ഫ്ലവറും ആണ് വരുന്നത്. ഈ ഒരു ഡോണറ്റിന്റെ വേസ് ഞാൻ വേറെ തന്നെ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു പോട്ടിന് ഏകദേശം 100 രൂപ ആ ഒരു റേഞ്ചാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത്ര കറക്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു വേസ് വരുന്നത് പ്ലാസ്റ്റിക് ഐറ്റം ആണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറവ്. ഇതിന്റെ സെറാമിക് അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ വാങ്ങാത്തത് നമ്മളതിൽ വേഗം വീണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാനും ഈസിയാണ്. ആൻഡ് ഇതൊരു കാൻഡിൽ ഹോൾഡർ ആണ്. ഞാൻ വീഡിയോയിൽ സൈഡിൽ വെക്കുന്ന ഒരു ഐറ്റം കൂടെയാണ്. ഈ ഒരു ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്ലേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഞാൻ ക്രാഫ്റ്റിന്റെ വീഡിയോസ് വേറെ തന്നെ ചെയ്യലുണ്ട്. അപ്പോൾ അതിന്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനൊക്കെയാണ് ഞാൻ ഈ ഒരു ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിന്റെ അടിയിൽ ഒരു സ്പേസ് വരുന്നുണ്ട്, അത് തുറക്കാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോക്ക് തുറക്കാൻ പറ്റിയിട്ട് നോക്കിയിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതിലൂടെ ഒരു കാൻഡിൽ വെച്ചിട്ട് കത്തിച്ചാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ബ്രിക്സ് നമുക്ക് മടക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പല ടൈപ്പിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് ഭാഗം കാണാതെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആവും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിലും. പിന്നെ അതുപോലെ തന്നെ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു, ഒരു മിനി ഫ്രെയിമും കൂടെ ഞാനിതിൽ പ്രിന്റ് എടുത്തിട്ട് വെക്കാറുണ്ടായിരുന്നു. ഞാൻ ഫ്രെയിം ചെയ്തതിൽ ഗ്ലാസ് പൊട്ടിപ്പോയ ഒരു ഫ്രെയിം ആയിരുന്നു ഇത്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മിനി ഫ്രെയിമിൽ ഒരു പ്രിന്റ് ഇട്ടിട്ട് ജസ്റ്റ് ഇതിന്റെ കൂടെ വെക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റാൻഡ് യൂസ് ചെയ്യാതെ ബാക്കിൽ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം വെക്കുന്നത്. സാധാരണ ഞാൻ ഈ വൈറ്റ് ബ്രിക്സ് മടക്കിയിട്ടാണ് വെക്കാറുള്ളത്. ഇനി ആ ഫ്രെയിമിന്റെ അടുത്ത് തന്നെ വെക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു മിനി ക്ലോക്ക് ആണ്. ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാൻ. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു മിനി ക്ലോക്ക്. ഇനി നമ്മൾ ആ മിനി ക്ലോക്കിന്റെ അപ്പുറത്ത് വെക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഡോണറ്റിന്റെ വേസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ വെക്കുന്നത്. ഇനി പണി സിമ്പിൾ ആണ്. വീഡിയോ ഇങ്ങനെ ട്രൈപോഡ് ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രൈപോഡ് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പെട്ടീൻ്റെ മേലെ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റിക്കേഴ്സ് ആണ്. ഈ ഒരു സ്റ്റിക്കേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ലിങ്കോ ഡീറ്റെയിൽസോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു 6 പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, ബൈ.